എന്ത് പറ്റിടാ? പ്രധാന പ്രശ്നക്കാരന്മാരൊന്നും ഇല്ല അപ്പൊ എല്ലാരും വേണം. തമാശയാണോ ഇവന്മാര് കാണിക്കണം അതോ ഇത് സീരിയസ് ആയിട്ട് പറയുവാണോ? അണ്ണാ ഇവന്മാർ തമാശയാണോ സീരിയസ് ആണോ എങ്ങനെ അറിയാം? എനിക്കിത് ആദ്യം കേട്ടപ്പോ തമാശ ആയിട്ട് ഇപ്പൊ സീരിയസ് ആയിട്ട് തോന്നുന്നു. ഞാനിവിടെ കയറിയില്ല. നമ്മള് പറഞ്ഞത് കേൾക്കുന്നില്ല എനിക്കും അടുത്ത് ഹലോ എന്തോ ഒരു സന്തോഷം സത്യമായിട്ട് വൈര്. അയ്യോ പാസ്വേഡ് കണക്ട് റേഡിയോ സാർ. എന്ത് പറ്റിടാ? വരാ എന്തൊക്കെ പറയാ ഇന്ന് അവന്മാര് കേവി ആയിട്ട് സിറ്റുവേഷൻ എടുക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് നന്നായിട്ട് ഇവിടെ തോന്നിട്ട് കാര്യമില്ല കേട്ടാ. ഇതൊക്കെ അതെനിക്ക് ഉടായ്പായിട്ട് തന്നെ ഫീൽ ചെയ്ത കേട്ടാ. സത്യമായിട്ടും ആയി. എന്തോ പുതിയ ഉടായ്പ ഒപ്പിച്ച് വെച്ചിട്ടോ കേട്ടോ അവന്മാര്. കേവി ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു പെട്ടെന്നല്ല. എടാ ഇത് പറഞ്ഞേ എടാ എത്രടാ പോസ്റ്റൽ കോഡ് എത്രടാ? 7041 മാർക്ക് ചെയ്തല്ലോ. 70 എനിക്ക് മാർക്ക് കാണിക്കുന്നില്ല. നേരെ പോണ അണ്ണാ ഗ്യാങ് മീറ്റിങ്ങിന് 16 പേരുള്ളൂ അണ്ണാ. അല്ലടാ കൊറേ പേര് കൊമിക്കോണിനോ അതിനൊക്കെ പോയേക്കോ. ഇന്ന് ഓൾറെഡി പറഞ്ഞു ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പ്രധാന പ്രശ്നക്കാരന്മാരൊന്നും ഇല്ല അപ്പൊ എല്ലാരും വേണം. 704 അളിയ ഇത് എവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കളിയാ? മാർക്ക് ചെയ്ത് നേരെ പോ. എനിക്ക് കാണിക്കുന്നില്ല. ഞാൻ ഓടിക്കട്ടെ അല്ലെങ്കിൽ മാർക്ക് ഇതാ. കിട്ടി 70. അണ്ണാ തല്ല് കിട്ടിയായിരുന്നോ? തല്ല് കിട്ടിയോ? വന്നോണ്ടിരിക്കുക വെയിറ്റ്. തമാശയാണോ ഇവന്മാര് കാണിക്കണം അതോ ഇത് സീരിയസ് ആയിട്ട് പറയുവാണോ? അണ്ണാ ഇവന്മാർ തമാശയാണോ സീരിയസ് ആണോ എങ്ങനെ അറിയാം? എനിക്കിത് ആദ്യം കേട്ടപ്പോ തമാശ ഇപ്പൊ സീരിയസ് ആയിട്ട് തോന്നുന്നു. ഞാനിവിടെ കയറിയില്ല. മിസ്റ്റർ എക്സ് എന്താ നിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോ ലാസ്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്താ? നിനക്കൊരു ഒരു വൈക്ലഭ്യം ഇല്ല എനിക്ക് ഒന്നുമില്ല. എന്നാലും പറഞ്ഞത് ഞാൻ പറയട്ടെ. നീ കുറച്ചും കൂടെ ആലോചിച്ചൊക്കെ നീ ബിഹേവ് ചെയ്യണ ചന്ദ്ര. നമ്മുടെ അൾട്ടിമേറ്റ് നമ്മൾ തന്നെ അതാണ്. പക്ഷെ അവരുടെ ഇതില്ലാതെ നമുക്കിവിടെ കളിക്കാൻ പറ്റൂല. അത് നീ മനസ്സിലാക്ക്. ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ചില സമയത്തുണ്ട് ഇവരൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യണം. അങ്ങനല്ല ചിലവരുണ്ടെണ്ണ ചിലർ സംസാരിക്കുന്ന ചില സമയത്ത് ചില രീതികൾ ഭയങ്കര റോങ് ആണ്. മാർക്കിലാണോ?
ഇവന്മാര് നമ്മള് പറഞ്ഞൊന്നും കേൾക്കുന്നില്ല അണ്ണ എനിക്കും അടുത്ത് എന്റെ ദൈവമേ. ഹലോ 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 കാർലോ എന്തു പറ്റി? ഇന്നലെ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെന്ത് സംഭവം? ഇതെന്ത് സംഭവം? അതെ എന്താ സംഭവം? എന്താ? ഹലോ അണ്ണ ഇത് ഇന്നലെ തൊട്ടിട്ട് ഈ കൊണയാനിക്കാണ് സിറ്റുവേഷൻ ഉള്ളവര് മാത്രം ഒന്ന് ഇഷ്ടം അങ്ങോട്ട് വരാമോ? ശരി, ഇത് ആരുടെ ഇതെന്തോ മുട്ടോടായിപ്പാണ്. എനിക്ക് 100% ഉറപ്പാണ് ഇതെന്തോ മുട്ട. എല്ലാരും വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ കാർലോ ഡ്രസ് പോലെ എനിക്ക് പുറകിൽ പരിദ്വാസം കേട്ടാ. ആ അത് MRC-യുടെ ഗ്യാങ് ഹൗസ് അല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെ നിന്നെയൊക്കെ വിടല്ലോടാ, നിന്നെയൊക്കെ എടാ ഗോകു നിനക്കൊക്കെ ഉണ്ടല്ലോ തൂറി കവർ കെട്ടി എറിഞ്ഞു തരണം നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞ പേരടിച്ചല്ലേ വാസ്തു കാർലോ. അണ്ണാ കൊറേ പേർക്ക് മനസ്സിൽ എന്റെ അമ്മ ഇവന്മാരുടെ അഭിനയം എനിക്ക് ആദ്യം കേട്ടപ്പോ പ്രാങ്കാന്ന് മനസ്സിലായിട്ടാ, പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ സീരിയസ് ആവാൻ തമാശയാണെന്ന് മനസ്സിലാവണില്ല. അതെ അതെ എനിക്ക് പ്രാങ്കെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും ഇവരെ അഭിനയം കാണുമ്പോ എനിക്ക് തന്നെ ഡൗട്ട് അടിച്ചു, ഇത് ശരിക്കും ഇവര് സിറ്റുവേഷൻ ആയതാണോ അഭിനയിക്കാണ്. ഇത് രണ്ടിലും പേരടിച്ചല്ലേ? അത് കൊള്ളാം. സെറ്റ് കൊറേ നാളായി ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടല്ലേ. സത്യം എന്റെ അമ്മ എത്ര കാലം ഈ സാമാനത്തിന് വെയിറ്റിംഗ് ഡെബിലാണ് ഇതിന്റെ പിന്നിൽ ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ് നാളത്തെ അപ്ഡേറ്റില് മാറും. സോറി വേണ്ടിയിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് അത് ലൈക്ക് നാളത്തെ അപ്ഡേറ്റില് എന്തായാലും മാറും. നാളത്തേക്ക് കിട്ടിയാ മതി. വേറെ പരിപാടി അല്ല ഇതിപ്പോ നിങ്ങളുടെ ഗാരേജിൽ ആടാവും. അഡ്മിൻസ് ആടാവും. വെയിറ്റിംഗിലായിരുന്നു കാരണം. ആണോ? അതിലായിരുന്നു മീറ്റിംഗിലായിരുന്നു. ഈ സ്ഥലം അപ്പാപ്പിനെ വിളിക്കാൻ പുള്ളി ഐസിയിലായേ. കാർലൊരു കാര്യം പറട്ടാ, അന്ന് നോക്കി ഗ്രൗണ്ടിൽ തള്ളായിരുന്നു പ്ലാന്. നിങ്ങള് ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി പണ്ട് ഒരു മീറ്റിംഗ് നടന്ന സ്ഥലം. ഓ അതാ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മയില്ലായിരിക്കുമോ? ഹോക്കി ബ്രോൺ ആയിട്ട് അണ്ണാ പ്ലാൻ ചെയ്തപ്പോ KVL ഹോക്കി ആണല്ലേ? നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പ്ലാനിന്റെ സെറ്റാണ്. പക്ഷെ ഇന്ന് അത് എന്തായാലും വർക്ക് ഇത് അടിയാവൂലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്നും കൂടെ ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളു. ഇല്ല അണ്ണ ഫസ്റ്റ് വരായിട്ടാ. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആരും എനിക്ക് ബെല്ലും അൾട്രോണിനും മാത്രമേ അറിയത്തുള്ളൂ. അടിയായെന്ന് വീണ്ടും ലോക്ക്ഡൌൺ അണ്ണ എന്റെ AR-ന്റെ ഡ്യൂറബിലിറ്റി തീർന്ന്. ആണെങ്കിൽ നീ കുറച്ച് ദിവസം വെടി വെക്കണ്ട അണ്ണ, അങ്ങനെ പറയല്ല. അണ്ണാ ഇങ്ങനെ തന്നെ വണ്ടി ഇട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ വണ്ടി ഒന്ന്. വണ്ടി തിരിച്ചിട്ട് കേറ്
ഈനക്ക് ആ കോട്ടെ അണ്ണൻ പേടിച്ചു അണ്ണ ആദ്യം എനിക്ക് അറിയാമായിരുന്നു ഇത് പ്രാങ്ക് ആണ് ആദ്യം. പിന്നെ അണ്ണ എന്റെ അഭിനയാണ് നിന്റെ ആ അഭിനയത്തിലാണ് എനിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയത്. അത് prank ആണ്. എന്റെ റേഡിയോ കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു. അതാ പറഞ്ഞത് എനിക്ക് അന്നേരം മനസ്സിലായി. എനിക്ക് അറിയത്തില്ല, പക്ഷെ ഏബിലെ താളം കേട്ട മനസ്സിലായി. ഏബിലെ താളം കേട്ട മനസ്സിലായി എനിക്ക്. ഇല്ല മനസ്സിലായിട്ടൊന്നുമില്ല. എടാ പക്ഷെ വേറെ കാര്യം, ഈ വണ്ടിയുടെ സൈസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? മറ്റേ ഇതൊക്കെ ഒരു മാറ്റം. ജിമ്മിനിയുടെ പോലെ ആയതുപോലെ ഒരു ബ്രോങ്കോടെ ഇതല്ലാതെ ജിമ്നി പോലെ ആയതുപോലെ തോന്നുന്നു എനിക്ക്. ഫ്രണ്ട് എന്തോ ഇല്യൂഷൻ, അത് ഇല്യൂഷനാ ഇല്യൂഷൻ. സൈസ് കുറഞ്ഞ പോലെ ഫീൽ തെറി ചെയ്യുന്നില്ലേ? വിളിക്കല്ലേ അന്നാ തെറി വിളിക്കുന്ന നോക്കൂ അനാവശ്യമായി. ഞാൻ അത് പറയാം. തെറി വിളിക്കല്ലേ ഗോകു അവനെ? അണ്ണാ ഇത് ഗുഡ് ബോയ് ഞാൻ മാത്രമേ ഉള്ളൂ. അതെ അതെ. അഴുക്കപ്പിള്ള അണ്ണാ ഞാനും മോബിയാണ് ഗുഡ് ബോയ്സ്. മറന്നാടാ നീയൊക്കെ. അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാം സെറ്റായടാ. റാം അടിച്ചു. പിസിയുടെയോ? റാമിനൊക്കെ ഇപ്പൊ കിഡ്നിയുടെ വിലയാ. അതിപ്പോ ലാപ്പിൽ തന്നെ ചരിച്ചു വെച്ചോളെ. ബോബിന്റെ PC അവന് കൊടുത്ത്. ഇത് എവിടെയായിരുന്നടാ സ്ഥലം? ഓ ഇത് മറ്റേ ഇത് എന്തോ 4 ഇൻഡിക്കേറ്റർ എന്തോ ഓണോ ഇതിന്റെ? ആരോ ഇതിനു വേണ്ടിട്ട് ഓണാക്കിട്ടെ. ഓ പഴയ പോലെ പറക്കും നോക്കിയില്ലല്ലോ. പറക്കത്തില്ല സ്പീഡ് കുറച്ച് കുറവാ. സെറ്റ് ആണ്. അത് കൂട്ടാ ഞാൻ പറഞ്ഞു കൂട്ടാ. മാറിയടാ ഞാൻ തിരിച്ചിട്ടോടാ മാറി. ഈ ചുമല ഡ്രസ് ആണ് കേട്ടാ പ്ലാൻ ചെയ്തത്. പറയടാ. എനിക്കറിയാം. ഞാൻ ആ സത്യം പറഞ്ഞിട്ടല്ലോ, ആദ്യം എനിക്ക് ഉറപ്പായിരുന്നു ഇത് പ്രാങ്ക് ആയിരിക്കുമെന്ന്. കാരണം ഇവന്മാരുടെ കെണ്ട അഭിനയം കണ്ടപ്പോഴേ എനിക്ക് പ്രാങ്ക് ആണെന്ന് മനസ്സിലായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഹരിയുടെ ഒക്കെ കോള് കേട്ടപ്പോ അല്ല നീലന്റെ ഒക്കെ കോള് കേട്ടപ്പം എനിക്കിത് ശരിക്കും സിറ്റുവേഷൻ ആണോന്ന് തോന്നിപ്പോയി. അഭിനയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏബലിന്റെ അഭിനയം കണ്ടി അഭിനയം അതിലാണ് എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്കിത് പ്രാങ്ക് ആണെന്ന് മനസ്സിലായത്. ആ ഗോകുവിന്റെ ഭയങ്കര ഇവരെ മോബിയുടെയും ഗോകുവിന്റെയും ഇവന്റെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഭയങ്കര ആകെ എനിക്ക് ആകെ എനിക്ക് നന്നായിട്ട് നീല അഭിനയം അല്ലായിരുന്നു പിന്നെ അറിയണം. പക്ഷെ എനിക്ക് നല്ല അഭിനയമായിട്ട് തോന്നിയത് നീലന്റെ ആയിരുന്നു. എന്തായാലും നന്നായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ. മറ്റുള്ള കുറെ പേർക്ക് ഹാപ്പി ആയത് ഇവിടെ അടിപൊട്ടിയപ്പോ പല ചർച്ചയായിരുന്നു കേട്ടോ. റെഡി ആയിട്ട് വന്നതാ യുദ്ധ വടിയൊക്കെ എടുത്തുന്ന കേട്ടോ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. എല്ലാരും അങ്ങോട്ട് നിന്നതിനാലേ ഫോട്ടോ എടുക്കാം. അവളെ നിന്നെ കൊറേ വിളിച്ചതിനെ കിട്ടിയില്ല. ഇവനെന്താ ചമ്മണം വണ്ടിമല്ലടാ. എടാ ബാക്കിൽ പോയി നിക്കടാ. വണ്ടിയിലല്ല വണ്ടിയിൽ എണ്ണം മാത്രമേ മുച്ചിരി എനിക്ക് അങ്ങനെയല്ല സ്റ്റെയറിൽ നിക്കാം. അതാകുമ്പോ മിക്സ് ആയിട്ട് നിക്കാം. സ്റ്റെയറിൽ ഷഫിളായിട്ട് നിക്കാം. നിങ്ങൾ രണ്ടുപേരും മാത്രം വണ്ടിയിലൂടെ ഞങ്ങൾ പച്ചവണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കാം. ഇല്ല നമ്പർ പ്ലേറ്റ് എന്താ ഉണ്ട്? എനിക്ക് വാസുവിന്റെ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടേബിൾ ഒരുമിച്ച് ഞാൻ നമ്പർ പ്ലേറ്റ് ചെയ്താൽ നോക്കട്ടെ. എനിക്ക് രണ്ടിൽ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. ടിൻഡു എന്നായിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. എന്തോ ടിൻഡു മതി ചേട്ടാ നമ്പർ പ്ലേറ്റ്.
അപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, കളറും കൂടെ ഒന്ന് റെഡാക്കിയേക്കണേ. അറിയത്തില്ല. ലിയോ ഇടയ്ക്ക് ലിയോ അപ്പുറത്തേക്ക് പോയി നിൽക്ക്. Lane 4 അത് എടാ നമ്മള് വണ്ടി மேல இருந்தாலே பெட்டர், பின்னாடில இருந்து காண முடியாதுன்னு நினைக்கிறேன். ഇങ്ങനെ നിൽക്കുക അതല്ലേ ബെറ്റർ. എന്താ സാബു എന്താ? വണ്ടി மேல നിന്നാ better. ഇല്ല വണ്ടി മേലെ വേണ്ട, വണ്ടി മേലെ വേണ്ട, ഇങ്ങനെ മതി. ഓക്കേ ഓക്കേ എടാ ഒന്ന് പെട്ടെന്ന് നിക്കടാ, അതൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ. ദൈവമേ രാവിലെ ആക്കാവോ? ദൈവമേ ഇവിടെ ദൈവം ഉണ്ടെങ്കിൽ DJ ശശി മച്ചാൻ. ദൈവമേ ആരെങ്കിലും വേണ്ടിയില്ല, രാവിലെ ആക്കാവോ? രാവിലെ ക്ലൈമറ്റ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇവിടെ. കാർലോ ലീൻ 4. ഓ ഇതിന്റെ ഇത് നോക്കിയേ, കാർലോടെ ഇതിനകത്ത് ഹെഡ്ലൈറ്റിൽ ആ ലോഗോ വേണ്ട. കേറാൻ പറ്റുന്നില്ല എനിക്ക്, ഇവിടെ കേറാൻ പറ്റാത്ത. ഹലോ, എനിക്ക് നിന്നെ കാണിക്കുന്നില്ല. ലെറ്റ്സ് ഗോ. അത്രയുള്ള എനിക്ക് ഇവിടെ താഴെ അല്ല, നീ താഴെ നിക്കുന്നതാ. എല്ലാരും റെക്കോർഡ് വീട് മേല് പേടിക്കണ്ട, എന്റെ എന്തോ ഒരു വൃത്തിയതല്ലേ എന്റെ അമ്മോ. എത്ര നാളായല്ലേ നിങ്ങളൊക്കെ ഈ ഫോട്ടോ എടുക്കുന്ന LST അവനെവിടെ? എന്തോ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ സത്യം പറഞ്ഞ കേസ്. കാരണം അത്രയ്ക്കും ഇതായിട്ടുണ്ട് എന്നുവെച്ചാ, വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും നമ്മള് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ട സമയത്തെ ഞങ്ങക്ക് ഒന്നും മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ മിണ്ടാതെ പോയിട്ടുണ്ട്. ഞാനും കാസ്ട്രോ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അയ്യോ അത് ആലോചിക്കാൻ പോലും വയ്യ. അത് സത്യം പറഞ്ഞ ഡോക്കി. അതെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് ഇനി അങ്ങനെ ഒരു സാധനം ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് ഉറപ്പിച്ചത്. അതുകൊണ്ടാ എല്ലാരും സെറ്റ് അല്ലേ? ഞാൻ 4-5 ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തോക്ക് വേണ്ടല്ലേ? തോക്കൊക്കെ എന്നുണ്ടായില്ല. അപ്പൻ ഇന്ന് ഇല്ലെന്ന് തോന്നടാ, ഇന്ന് സിറ്റിയിൽ ഇല്ലെന്ന് തോന്നുന്നു. പുള്ളി ഇവിടെ വന്ന് ഇടയ്ക്ക് പ്ലെയിൻ 5 എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. കോച്ച് ജസ്റ്റ് ഒന്നും കൂടെ കുറച്ച് മാറിക്കോ സെന്ററായിട്ട്. ഓപ്ഷനിലാണ്. ഓപ്ഷൻ ഉണ്ടല്ലേ? അതാണ് അല്ല എനിക്ക് സാബു അവിടെ നടുക്ക് പ്രശ്നം കേട്ടാ. സോറി என்னடா தம்பி உங்களை இப்படி பண்றீங்க? ക്യാമറ മോഡ് ഉണ്ട്. അതെ അതാ നല്ലത്. ഇത് കുറച്ച് ദൂരത്തോട്ട് നീക്കാൻ എന്താ ചെയ്യണ്ടേ? ഓ ഇത്ര നീങ്ങൂടാ മാക്സിമം. ഇത് മൊട്ടയല്ലേ? അത് മൊട്ടയുടെ സൗണ്ട് ആണോ അത് കേക്കുന്നേ? ഞാൻ ക്യാമറ നോക്കിയിട്ടെ
ജസ്റ്റ് കുറച്ച് നേരത്തേക്കിന്. എന്റെ ക്യാം ഏതാ ഇതിനകത്ത്? ആ ഫേസ് ക്യാം എന്ന് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. ഹലോ കുറുപ്പ് ബ്രോ. ഒരു കുത്ത് കുറുബേ അണ്ണാ, അണ്ണനോട് ഒരു കാര്യം കൂടെ പറയാം. നിക്ക് നിക്ക് ഒരു മിനിറ്റ്. വള്ളേ ഇത് എപ്പോ എടുത്തത്? ഇത് പണ്ടെടുത്താ പണ്ടെടുത്ത ബ്ലൈൻഡ് എടുത്തതാ. ബ്ലൈൻഡ് എന്റെ അമ്മ ഇത് എന്ത് സാധനമാടാ ഇത്? യെല്ലോ പേജ് നോക്കണേ എല്ലാരും. യെല്ലോ പേജ് നോക്കണം എല്ലാരും. കാരണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കുറച്ച് നാൾക്ക് മുമ്പേ എനിക്കിത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്നും എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു 3-4 മാസം മുമ്പ് എനിക്കൊരു നല്ലൊരു നമ്മുടെ ടി വിയിലൊരു നല്ലൊരു ഡൗൺ ടൈം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 100% ഉറപ്പാണ്. അതായത് നിങ്ങളെ അന്ന് ഞങ്ങളെ ഇതിനകത്തുനിന്നെല്ലാം ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ ഒരു പില്ലറായിട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. എന്നിട്ടും ഞാനിതുവരെ കണ്ടിട്ടില്ല പുറത്തും അകത്തും നിങ്ങൾ അതിൻ്റെ രീതിയിൽ കുറ്റം പറയണതോ അല്ലെങ്കിൽ അപ്പാപ്പൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയണത് കേട്ടിട്ടില്ല. ഞാനിത് പലവട്ടം ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റാർട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഇത് ഞങ്ങൾ എന്നെ നിർത്തിപ്പോയേനെ. ആൻഡ് കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും അറിയാത്തതായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് തൊട്ടേ ശരിക്കും തീരുമാനിച്ചു തുടങ്ങിയത് KVA ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കലെന്ന്. പക്ഷെ പലപ്പോഴും സിറ്റിയിൽ നമ്മുടെ കൂട്ടത്തിലെ പിള്ളേരെ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടിയും വഴക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ സമയത്താണെങ്കിൽ പോലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പോഴാണെങ്കിലും ഞാനിത് അടിച്ചു തീർക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വരട്ടെ, പണ്ടത്തെ പോലത്തെ ഒരവസ്ഥ ഇനി വരാതെ നോക്കിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ എടുത്ത് തീർക്കുക എന്നുള്ളൊരു രീതിയിൽ വരെ ചിന്തിച്ചല്ല. ഇനിയാണെങ്കിലും രണ്ടാമതൊരു ഫൈറ്റ് എടുത്ത് തീർക്കാമെന്ന് വരെ ചിന്തിച്ച സമയമുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സെനാറിയോയിൽ കാർലോ ഞാൻ തുറന്നു പറയാൻ റെഡിയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഗ്യാങ്ങിനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് KVA അടിക്കാണ്. അത് വേറെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ വേണ്ടി അങ്ങനെ നിന്നിട്ടില്ല. അത്രയും പ്രാക്ടീസും ചെയ്തിട്ടില്ല, അത്രയും ഇതാക്കിയിട്ടില്ല. സോ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അത് വന്ന ഇതിന്, അതായത് പണ്ട് തൊട്ടേ ആ വന്ന ഒരു ഇതിന് ഫോണൊന്നും കിട്ടിയ പണ്ട് തൊട്ടേ ആ വന്നൊരു ഇതിൽ ഞാൻ പറയുന്നതാ. അല്ലാതെ ഈ ഒരു മൊമെന്റിൽ നമ്മളിതായിട്ട് പറയണതല്ല. അത് പല ടൈമിലും അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് അതിര് വിട്ടു പോയൊരു കാര്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഗ്യാങ്ങിൽ ഒരു അപ്പാപ്പൻ ഇറങ്ങിയ സമയത്ത് നിങ്ങളുടെ അകത്തു നിന്ന് ഈ 2-3 സിറ്റുവേഷൻ നിങ്ങൾ വീണപ്പോഴത്തേക്കിന് അത് എന്നെയും ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങിയതാണ്. കാരണം കുറേ പേര് പറഞ്ഞു തുടങ്ങി വേറൊരു ഗ്യാങ് നശിപ്പിച്ചിട്ടാണ് ഞാനൊരു ഇത് അങ്ങനെ അവിടുന്ന് ഹിറ്റ്മാൻ ആണെങ്കിലും എല്ലാവരും നിങ്ങളെല്ലാം ഈ ഗ്യാങ് തിരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഡൗണിലേക്ക് പോകാൻ എന്തായാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് സിറ്റിയിൽ ഒരു ഗ്യാങ്ങിന് നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യത്തിലൊക്കെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റുമോ കാർലോ, ആ കാര്യത്തിൽ അങ്ങനത്തെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ പിള്ളേർ സെറ്റ് എല്ലാവരും കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് സന്തോഷത്തോടെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് RP ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എത്ര വലിയ ഞങ്ങളുടെ റൈവലറി ആണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. വിൽ ബി വിത്ത് യു ഗൈസ് ആൻഡ് താങ്ക് യു. അത് എനിക്ക് പറയാം, ഒരുപാട് നാൾക്ക് മുമ്പേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാർലോ അടുത്ത്. അപ്പാപ്പനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ അടുത്തോട്ട് വിട്ടതിനും ഈ ഗ്യാങ് ഇപ്പോൾ ഇങ്ങനെ ഇലവാക്കി അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് നിർത്താൻ പറ്റിയതിലും ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് KVA എല്ലാ മെമ്പേഴ്സിനോടും അതേപോലെ തന്നെ കാർലോയോടും പ്രത്യേകം പറയണം എന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഞങ്ങളും അല്ലെങ്കിൽ നമ്മള് ഒരു കൊല്ലം മുന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും ആരും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന പോലെ നമുക്ക് സിറ്റിയില്. സോ ഇപ്പൊ ഇങ്ങനെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇനി അങ്ങനത്തെ ഒരു പഴയ ഒരു ഇതിലോട്ട് പോകാൻ ഒരു താല്പര്യമില്ല നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും. ഇപ്പൊ ഇവിടെ ഉള്ള ആർക്കും അങ്ങനത്തെ ഒരു താല്പര്യമില്ലടാ. അപ്പോ
ഒത്തിരി സന്തോഷം ഇതായിരുന്നല്ലോ, എനിക്കൊന്നും പറയണ്ട പറഞ്ഞൂടെ സത്യം പറഞ്ഞ. ഹഗ്ഗിലേതാ ഇട്ടിട്ട് വന്നല്ലേ അണ്ണന്റെ കിസ്സാ താല്പര്യം വന്നില്ല, കാർല വന്നില്ല. ഇവിടെ ഞാനൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ ലവാണോ? എനിക്ക് ഞെക്കാൻ പറ്റത്തില്ല. ആടി പൂക്കിറ്റ് പരി. എല്ലാരും ഒന്ന് പരിചയപ്പെട്ടൊക്കെ ഇരിക്കണത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും എല്ലാവരുടെ അപ്പിയറൻസും മുഖവും അല്ലെങ്കിൽ ഈ പറയുന്ന ശബ്ദവും അറിയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാമന്റെ സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതെല്ലാരും ഒന്ന് ഞങ്ങള് ഫാമിലിയിലുള്ള എല്ലാരുമായിട്ട് ഗ്യാങ് ഹൗസിലോട്ട് വരാം. എല്ലാരും ഇല്ല. അപ്പൊ എല്ലാരും വരുന്ന ദിവസം എല്ലാവരും ഇല്ല. ഹിറ്റ്മാൻ ഒന്നും വന്നില്ല. ഇല്ല നെറ്റൊന്നും വന്നിട്ടില്ല, കേറില്ല. അപ്പൊ നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ ഗ്യാങ് ഹൗസിലായി നമ്മുടെ ഗ്യാങ് ഹൗസിലായിട്ട് നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു. അപ്പൊ നമ്മളുണ്ടാവും കാരണം എന്തുണ്ടെങ്കിലും 2 വളവിനപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെ വന്നാൽ മതി. അല്ലെ ഇവിടെ വിളിച്ചാൽ മതി. ഞങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ 2 വളവ് ഇപ്പുറത്ത് ഞങ്ങളും വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല എനിക്ക് ജസ്റ്റ് എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് ചോദിക്കാറുള്ളൂ. ലൈക്ക് വാസുറോയുടെ അടുത്തും കാർലോസ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയല്ലേ ഇന്നത്തെ ഇതില് സാധനത്തില്? ഉറപ്പായിട്ടും. എടാ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് കുറെ നാളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം വെച്ചാ. കാറിലാണേലും ഞാനാണേലും കുറെ ട്രൈ ചെയ്യുന്നുണ്ട് ആയിരുന്നു. വെളിയിൽ വഴിയിലും പുറത്തായാലും ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു പെർട്ടിക്കുലർ മൂമെന്റിൽ ഞാൻ അത് തെറ്റായിട്ട് പറയണില്ല. അതിപ്പോൾ KVL ഉള്ളതാണെങ്കിലും TV ഉള്ളതാണെങ്കിലും നിങ്ങളൊക്കെ പല പല PvP സെർവറുകളിലൊക്കെ കളിക്കുന്നത് കൊണ്ട് ഉള്ള ഈ ഗ്രഡ്ജും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒന്ന് റെഡിയായി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രിഗർ ആവും. അങ്ങനെ വന്ന് കുറേ ഇൻട്രപ്ഷൻ നടന്നു. പക്ഷെ അത് ഇനി വരലെന്നൊരു ആഗ്രഹമുണ്ട്. ആൻഡ് പറഞ്ഞല്ലോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ തത്സമയത്ത് കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അന്നത്തെ ഒരു അടിയും വഴക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത മൊമെന്റ് ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാർലോക്ക് അറിയാം, ഡോക്കി എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരിക്കലും ഇനി KVA വരരുത് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇതൊരു ഫ്രണ്ട്ലി. ഞാനിപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾക്കൊരു ബ്രദർഹുഡ് ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയാൻ ആരും വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ. അവിടെ നിന്നാണ് ഞങ്ങളിപ്പം അത് പറയണമെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് ഈ സിറ്റിയിൽ എന്തായാലും അത് KVA ആയിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം സത്യം പറഞ്ഞാല് സെറ്റ് ചെയ്ത് ഞാനാണെങ്കിലും ഫുൾ പ്ലാന് ഹോക്കിയുടെ ആണ്. ഹോക്കി കുറെ അതിന്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞായിരുന്നു. അപ്പൊ കുറച്ച് ഡിലേ വന്നത് ആ ഒരു ഇത് ആവാനുണ്ട്. ലൈക്ക് എന്താ പറയുക, ഒരു വൃത്തിയോടെ നടക്കാൻ വേണ്ടി ആയിരുന്നു എത്ര ഡിലേ വന്നത്. എല്ലാം ഹോക്കി ആയിരുന്നു പറഞ്ഞു എന്റെ അടുത്ത്. അയ്യോ, ഒരു അഭിനയം കണ്ടിട്ട് ഒരു നിമിഷം ഞാൻ പേടിച്ചു. ശരിക്കും എനിക്കറിയായിരുന്നു അത് എനിക്ക് പ്രാങ്കാന്ന് പറയാം. കാരണം എന്നോട് പറഞ്ഞത് ബ്രോങ്കോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞാനിത് ബ്രോങ്കോന്റെ പ്രാങ്കാന്നുള്ളതിനെ വന്നല്ലോ. പക്ഷെ വന്നിട്ട് ഇവര് സംസാരിക്കണപ്പോ ഒരു നിമിഷം ശരിക്കും പ്രാങ്ക് തന്നെയാണോ, ശരിക്കും അടിയാതാണോ വിചാരിച്ചു പോയി. അത്ര അടിപൊളി അഭിനയായിരുന്നു പറയാൻ. അയ്യോ, എന്തായാലും സത്യം പറഞ്ഞ പ്രതീക്ഷയില്ല. ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. ചന്ദ്രൻ ഇറങ്ങിയാടാ. ചന്ദ്രൻ പുറത്തൊരു പരിപാടി കൊണ്ട് ചന്ദ്രൻ ഇറങ്ങിയായിരുന്നു.
ഓക്കെ അപ്പൊ കാണാൻ കാറില്ല ഞങ്ങളത് ഇങ്ങനെ കൊണ്ടുവന്നി കണ്ണ അവരെല്ലാം കൊമിക്കോണിന് പോയേക്ക കൊമിക്കോണിന് തിരിച്ച് വീട്ടിലെത്തുന്നതേ ഉള്ളൂ ഓക്കെ കാർല അപ്പൊ ശരി അപ്പൊ ബൈ പോയിട്ട് വരാം ബൈ ബൈ എന്തോ ഒരു സന്തോഷം സത്യമായിട്ട് അയ്യോ